24 വർഷത്തിന് ശേഷം ദേവദൂതൻ വീണ്ടും വരുമ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് സമയം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സീൻ ഇപ്പം പണ്ട് കട്ട് ചെയ്ത് മാറ്റാൻ സാറ് പറഞ്ഞിട്ട് അന്നത് നടക്കാതിരുന്നിട്ട് അങ്ങനെയുള്ള ഒരു സീനുകൾ തന്നെയാണോ ഇപ്പോഴും പോയത്? അത് ഈ ഒരു ഇത്രയും നമ്മളൊരു തിരക്കഥയാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വായിക്കുമ്പോൾ നമുക്ക് ചില സീൻസ് ആവശ്യമില്ലാത്ത സീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന മാറ്റങ്ങളാണോ അതോ അന്ന് സാറ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ സീനുകൾ വയ്ക്കേണ്ടി വരികയും പിന്നീട് അതേ സീനുകൾ തന്നെ ഇപ്പം കളയേണ്ട ഒരു സിറ്റുവേഷനിലാണോ വന്നത്? ഇല്ല, ഇതിൻ്റെ 2000 ഇറങ്ങിയ വേർഷനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ അതിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആ ഒരു എന്താണ് വിസിബിലിറ്റിയൊക്കെ കേറ്റർ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ഫോളോയിങ് അതൊക്കെ നമ്മളുടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത ചില കാര്യങ്ങൾ അന്ന് ശരിക്കും ഈ സിനിമയുടെ നമ്മളാദ്യം കണ്ട ചെയ്യാൻ ആഗ്രഹിച്ച സിനിമയുടെ ഒരു പ്രധാന ഘടനയിൽ നിന്നും മാറി നിൽക്കുന്നതായിരുന്നു. ആ സിനിമയ്ക്ക് അത്ര ആവശ്യമുള്ളതായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില വ്യവസായപരമായ കൊമേഴ്ഷ്യലായിട്ടുള്ള താല്പര്യങ്ങളെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്തപ്പോഴാണ് അങ്ങനെ ചെയ്തത്. അത് അന്നും ഇന്നും നമുക്ക് ഒരു ആവശ്യമുള്ള കാര്യമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ഒരു വേർഷൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിലേക്കാണ് ഒരുപാട് പേര് പറയുന്നത്. മമ്മൂക്ക ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരാൾ കരഞ്ഞുകൊണ്ട് ചിരിക്കും, മറ്റൊരാൾ ചിരിച്ചുകൊണ്ട് കരയും. അതാണ് നമ്മുടെ നടന്മാർ എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് സീനുകളുണ്ട്. അപ്പം അതിലൊരു സീനുണ്ട് ദശരഥത്തിലെ ക്ലൈമാക്സിൽ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ, ആനി കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ ചോദിക്കുന്ന ആ സീനുകളിൽ അദ്ദേഹം ചിരിക്കുകയാണോ എന്ന് വെച്ചാൽ അദ്ദേഹം ചിരിക്കുകയാണ്, എന്നാൽ അദ്ദേഹം കരയുന്നുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം കരയുന്നുമുണ്ട്. അപ്പം ഈ ഒരു സീൻ എടുക്കുമ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാർ എന്ത് ഫീലാണ് ലാലേട്ടർ പറഞ്ഞു കൊടുത്തത്? ഇങ്ങനെ ആയിരിക്കണം മുഖത്ത് വരേണ്ടത്. ലാലിൻ്റെ അടുത്ത് നമുക്കങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ പുള്ളിക്കത് ഗ്രഹിക്കാനുള്ള അത്രയും ബ്രില്യൻസ് ഉള്ള ആക്ടറാണല്ലോ. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രം പറയേണ്ട ആവശ്യമുള്ളൂ ഇവരോടൊക്കെ. ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഇതായിരിക്കും അതിൻ്റെ ഒരു ബേസ്. അത് ഒരു ഇയാൾ അതുവരെയും ഈ രാജീവ് മേനോൻ എന്ന് പറയുന്ന കഥാപാത്രം എൻ്റെ പണം കൊണ്ട് എനിക്ക് എന്തും നേടാം, അപ്പോൾ അങ്ങനെ കാശ് കൊടുത്തൊരു സ്ത്രീയെ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്ത് അതിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ അതായത് ഒരു കാശ് കൊടുത്ത് കിട്ടുന്നൊരു സാധനമാണ് ബന്ധങ്ങൾ ഇന്നത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഈ കുട്ടിയെ കൂടെ ആ സ്ത്രീ കാണിക്കുന്ന ശരിക്കുള്ള സ്നേഹം, ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുണ്ടാകുന്ന വാത്സല്യം അയാളെ തിരിച്ചറിയാണ്. അത് അയാൾക്ക് കിട്ടാതെ പോയതല്ല. കഥയിൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെപ്പോലെ ഉപേക്ഷിച്ചിട്ട് പോയില്ലല്ലോ ആ സ്ത്രീ എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് അയാൾ റിയലൈസ് ചെയ്യുന്നത്. അയാൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയാണ്. അയാൾക്കൊരു അയാളുടെ കാഴ്ചപ്പാടുകൾ മൊത്തം മാറുകയാണ്. ബന്ധങ്ങളെക്കുറിച്ചുള്ള അയാളുടെ ഒരു അതുവരെ ഉണ്ടായി അയാൾ കരുതി വെച്ചിരുന്ന അത്തരത്തിൽ കാശ് കൊടുത്തും കാശിൻ്റെ അഹങ്കാരം കൊണ്ടും മാത്രം ഇതൊന്നും നേടാൻ പറ്റത്തില്ല എന്നുള്ളത് തിരിച്ചറിയാണ്. അപ്പോൾ ഈ സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറായത് കാശിന് വേണ്ടിയിട്ടാണ്, അത് ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനുശേഷം ഭർത്താവ് ഒന്നുമല്ല ആ സ്ത്രീക്ക്, പക്ഷേ ഈ കുഞ്ഞ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. അത് അയാൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയിൽ നിന്ന് അയാൾ തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ആരുമില്ല. ഈ കുഞ്ഞും കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും അയാൾക്കൊരു അനാഥത്വം ഉണ്ട്. അവിടെയാണ് മാഗിയിലേക്ക് അയാൾ എത്തുന്നത്. അപ്പോൾ അയാളുടെ കൂടെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ പ്രസവ സംബന്ധമായിട്ട് ഈ സ്ത്രീയെ പരിചരിക്കാൻ വേണ്ടി വന്ന ആളാണ് ഈ മാഗിയും കുറേ നേഴ്സുമാരും. ആ മാഗിയിൽ അയാളൊരു അമ്മയെ കണ്ടെത്തുകയും അയാളുടെ ജീവിതത്തിൽ കുഞ്ഞിൻ്റെ നഷ്ടം അയാളെ വല്ലാതെ വിളിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് അമ്മയെ പോലെ വിളിക്കാനൊരാളുണ്ടെന്നൊരു തിരിച്ചറിവുണ്ട്. അതൊരു മിക്സഡ് വികാരമാണ്. അതൊരു ആക്ടർക്ക് അത് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് വലിയ പാടാണ്. അയാളോട് പറഞ്ഞു കൊടുക്കാനും വലിയ പാടാണ്. പക്ഷേ ലാൽ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവത്തില്ല. ലാൽ കൃത്യമായിട്ട് അത് ചെയ്തു. എനിക്ക് വേറൊരു ടേക്ക് പോലും എടുക്കേണ്ടി വന്നില്ല. റിഹേഴ്സലൊക്കെ ഒരു പ്രാവശ്യം ഒരു മൂമെൻറ്റ്സ് മാത്രം അവിടുന്ന് എവിടെ വരും. ക്യാമറാമാൻ്റെയൊക്കെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ക്യാമറാമാനും ലാലുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, എവിടെയാണ് വരേണ്ടത്, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതൊക്കെ. അതിന് മാത്രം വേണ്ടിയിട്ടുള്ളൊരു ട്രയൽ മാത്രമേ ഉണ്ട്. അവിടെ പൊസിഷൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി. അല്ല ആ സമയത്ത് ലാലൊരിക്കും ഒരു ഫുൾ ഔട്ട് തരാറില്ല.